അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഒരു ഹദീസ്. എന്തായിട്ടിരിക്കുന്ന ഈ ഹദീസ്? ധർമ്മിഷ്ടം ചൊല്ല സ്വഭാവം. ഒരാൾക്ക് സദക്ക കൊടുക്കടെ, പാവച്ചങ്ങളെ സഹായിക്കടെ, അള്ളാഹുക്ക് വേണ്ടി ധർമ്മം ചെയ്യടെ എന്ന ആ ഒരു സഹായം ചൊല്ലെ ആ ഒരു സ്വഭാവം, അത് ഷജറത്തും മിൻ അഷ്ജാരിൽ ജന്ന. അസ്സഹാഉ ഷജറത്തും മിൻ അഷ്ജാരിൽ ജന്ന. ഈ ധർമ്മിഷ്ടം ചൊല്ലത് അത് സ്വർഗത്തെ മരത്തിൽപ്പെട്ട മറായിട്ടിട്ട് അവസാനുഹ മുതദല്ലിയാതും ഫിദ്ദുനിയ. അതിലെ ആ സ്വർഗത്തെ ആ വൃക്ഷം, ആ മരം, അതിലെ ഗെല്ലുകളെല്ലാം ഭൂമിക്ക് താന്നിട്ടുണ്ട്, ഭൂമിയിലുണ്ട്. ഫമൻ അഖദ ബിഗുസ്നിൻ മിൻ അഗ്സാനിയ ഖാദഹു ദാലിക്കൽ ഗുസ്നു ഇലൽ ജന്ന. ആ ഗെല്ലിലൊക്കെ കെട്ടിപ്പിടിച്ചാൻ കണ്ടെങ്കിൽ ആ ഗെല്ല് അവന്റെ സ്വർഗത്തിൽ പിടിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ ധർമ്മം കൊടുക്കടേ എന്നുള്ള, സദക്ക കൊടുക്കടേ എന്നുള്ളൊരു സ്വഭാവം അല്ലെ, ആ സ്വഭാവം അത് സ്വർഗത്തിൽ അവന്റെ എത്തുവാട്ടുള്ളത്. പിന്നെ അതേ അതീതം വൽ ബുഖ്ലു ഷജറത്തും മിൻ അഷ്ജാരിൻ നാർ. ഈ ബുഖ്ലും ചൊല്ലത്, ബുഖ്ലു എന്നെങ്കിൽ ബഹീൽ തരം കാട്ട് കൂടെ എത്ര എന്നെങ്കിലും കൊടുക്കില്ല, അത് നരകത്തെ മരത്തിൽപ്പെട്ടൊരു മറയിട്ടില്ല. അവസാനം ആ മുത്തദല്ലിയാത്തുനില ദുനിയ, അതിലേക്കെല്ലാം ദുനിയാവ് ഇങ്ങനെ താന്നിട്ടുണ്ട്. ഫമൻ അഖദ ബിഗുസ്നിൻ മിൻ അഗ്സാനിയ. ആ ബുഖ്ൽ ചൊല്ലെ, ബഹീൽ തര ലുബ്ധത ചൊല്ലെ ഗെല്ലൊക്കെ പിടിച്ചാൽ കണ്ടെങ്കിൽ ഖാദഹു ദാലിക്കൽ ഗുസ്നു ഇലൻ നാർ. ആ ഗെല്ല് അവന്റെ നരകത്തിൽ പിടിച്ചുകൊണ്ടേ. അപ്പോ ഈ ധർമ്മം കൊടുക്കടേ എന്നുള്ളത്, സഹായിക്കടേ എന്നുള്ളത്, ആ ഒരു സ്വഭാവം, അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമായിട്ട് ധർമ്മം കൊടുക്കടേ, സദക്ക കൊടുക്കടേ എന്നുള്ളത്, സഹീയച്ചത് ധർമ്മിഷ്ടനാവുക എന്നുള്ളത്. അപ്പൊ അത് ഒരു മനുഷ്യരെ സ്വർഗത്തിൽ എത്തുവാട്ടെ എനിക്ക് തോന്നായിട്ടില്ല. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് ഒരാളും അള്ളാഹ് കുറച്ചിട്ടില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പഠിപ്പിച്ചു 3 കാര്യമാണ് സത്യത്തിട്ടില്ല. അതിൽ ഒന്ന്, അതൊക്കെ കൊടുത്ത കാരണം കൊണ്ട് ഒരാളെ സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ കൂടെ ചൊല്ലതായിട്ട് കണ്ടത്. അപ്പൊ അള്ളാഹു താല അതൊക്കെ ബദലായി ദുനിയാവിൽ കൊടുക്കാണ്ടിരിക്കില്ല. അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുക്ക് വേണ്ടി, അള്ളാഹുടെ ഇഷ്ടത്തിന് വേണ്ടി, എല്ലാത്തേക്കാളും അള്ളാഹ് കൽപ്പിച്ചത് അള്ളാഹുടെ തൃപ്തി എന്നതായിട്ടിക്കട് കൂടുതലായിട്ടും വേണ്ടത്. അതായിട്ടിക്കട് ഇഖ്ലാസ് വെച്ചത് അള്ളാഹുടെ ഇഷ്ടത്തിന് വേണ്ടി നാക്കിയത്, അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി നാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്തെങ്കിൽ അള്ളാഹു അതൊക്കെ ബദല് ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കാണ്ടിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവിടെ എന്നുള്ളത്, ഉള്ളത് തീരനിലേക്ക് ധർമ്മം ചെയ്തേ എന്നുള്ള ആ ഒരു സ്വഭാവം, അത് സ്വർഗത്തെ അവനത് സ്വർഗത്തിൽ അവനെ വിളിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ സ്വർഗത്തിൽ എത്തുവാട്ട് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ കൂടി പരിപാടിയായിട്ട് കാണുന്നു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിലും സ്വാലിഹീങ്ങളിലും സ്വർഗക്കാരിലും ഞങ്ങളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.